അപ്പൊ ഒരു ബൈക്ക് എടുത്തിട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ അയാളുടെ ഹോൺ കൊണ്ട് ഒരാൾക്കും ശല്യം ഉണ്ടാവില്ല. അയാൾ നിലവിൽ ബൈക്കിനുള്ള ഏതെങ്കിലും ഒരു സാധനം ഒഴിവാക്കിയിട്ട് ലോകത്തെ മുഴുവൻ ആൾക്കാർക്കും വിഷമം ഉണ്ടാവുന്ന രീതിയിലുള്ള സൗണ്ട് പുറപ്പെടുവിച്ചിട്ട് ഒരു മുസ്ലിം അങ്ങനെ യാത്ര ചെയ്യൂല. കണ്ടോ? കാരണം എന്തേ? വഴിക്ക് കുറെ കടപ്പാടുണ്ട്. ആ കടപ്പാട് നിങ്ങൾ നിർവഹിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും അപ്പുറത്തും ഇപ്പുറത്തും പാർക്ക് ചെയ്ത വാഹനത്തിന് അവർക്ക് വാഹനം എടുക്കാൻ തോന്നുന്ന സമയത്ത് ബ്ലോക്ക് ആക്കുന്ന രീതിയിൽ ഇയാൾ വണ്ടി പാർക്ക് ചെയ്യൂല. കേട്ടോ? ഒരു മുസ്ലിം അങ്ങനെ ഉണ്ടാവുള്ളൂ. അവ നമ്മുടെ വീട്ടിലുള്ള പുക അപ്പുറത്തെ വീട്ടുകാർക്ക് ശല്യം ഉണ്ടാവുന്ന രീതിയിൽ ക്രമീകരിക്കൂല. നമ്മുടെ ഒരു വേസ്റ്റ് അപ്പുറത്തെ വീട്ടുകാർക്ക് വിഷമാകുന്ന രീതിയിൽ, ദുർഗന്ധം വരുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ഒഴിവാക്കൂല. കേട്ടോ? ഇതാണ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞത്. അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരാൾക്കും ശല്യമില്ലാത്ത ജീവിതം, അപ്പോഴേ ഒരാൾ മുസ്ലിം ആവുള്ളൂ. പലരുടെയും വിചാരം 2 കൗണ്ടർ കയ്യിലും വെക്കുക, 3 ഓൺലൈൻ മജ്‌ലിസിൽ ഇരിക്കുക, എന്നാൽ പിന്നെ പൂർത്തിയായി. അങ്ങനെ പൂർത്തിയാവില്ല എന്ന് പഠിപ്പിക്കാനാണ് ഇബാദത്തൊക്കെ ചെയ്യുന്ന ഒരു പെണ്ണിന്റെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണ് നരകത്തിലാണെന്ന് പഠിപ്പിക്കുന്നത്. എന്താ കാരണം? പൂച്ചനെ കിട്ടിയിട്ടു. പൂച്ചക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. പൂച്ചക്ക് ഭക്ഷണം കൊടുക്കൽ നമുക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആ പൂച്ചന്റെ വഴിക്ക് പോയിട്ട് അത് പാറ്റനെയും മറ്റൊക്കെ തിന്നിട്ട് തീറ്റ കണ്ടെത്തിയിട്ട് ഭക്ഷണം കഴിച്ചു പോകും. പക്ഷെ ആ പെണ്ണ് ആ പൂച്ചനെ കെട്ടിയിട്ടു. കെട്ടിയിടലോടുകൂടി അതിന്റെ സ്വാതന്ത്ര്യം പോയി, ഹനിച്ചു. ഇനി നമ്മൾ ഭക്ഷണം കൊടുക്കൽ നിർബന്ധ. ആ പെണ്ണ് അത് ചെയ്തിട്ടില്ല. ആ പെണ്ണ് നിസ്കരിക്കാറുണ്ട്. ആ പെണ്ണിന് ഇബാദത്തുണ്ട്. പക്ഷേ ചുറ്റുവട്ടത്തോട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് ആ പെണ്ണ് നരകത്തിലെത്തി. ഇസ്ലാം വളരെ വൃത്തിയുള്ള മതമാണ്. ചില സ്ത്രീകളുണ്ട് നന്നായിട്ട് ഇബാദത്ത് ചെയ്യും, എത്രയാ സ്വലാത്തും ദിക്റും. പക്ഷേ എന്തെങ്കിലും ഒരു ചടങ്ങിന്റെ പേരിൽ വേണമെങ്കിൽ ഉളുഹിയ്യത്ത് അർത്താൽ തന്നെ ഉണ്ടാവും ചില കുടുംബത്തിൽ കലാപം. അവിടെ 2 കിലോ കൊടുത്തിട്ട് ഇവിടെ 5 കിലോ കൊടുത്തിരുന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും ഇവരെന്തിനാ ഉളുഹിയ്യത്ത് അർത്തത്? എത്തപ്പ അതിനെക്കൊണ്ട് കാര്യം? അവരെ കല്യാണത്തിൽ എന്റെ പുതിയാപ്പിള്ള നേരിട്ട് വിളിച്ചിട്ടില്ല, ഫോണിലൂടെ വിളിച്ചിട്ടുള്ളൂ. മറ്റോറല്ല ശരിക്കും വീട്ടിൽ പോയിട്ട് വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോകില്ല. എന്തിനാ ഉമ്മമാരെ നമ്മൾ ഈ നിസ്കരിക്കുന്നു നോമ്പെടുക്കണൊക്കെ? നമുക്കങ്ങനത്തെ വളരെ വൃത്തികെട്ട സ്വഭാവം ഒന്നും ഉണ്ടാവരുത്. വളരെ വൃത്തി വേണം. ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ അതാണെന്ന് മഹാന്മാർ ഈ ഹദീസ് വിശദീകരിച്ച് പറയണം.